നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് സാധാരണം എന്താണ് അസാധാരണം എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. അത് നമ്മുടെ ശാരീരികവും മാനസികമായ കാര്യങ്ങളിൽ ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്നുണ്ടോ? ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണത്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ അല്പം അതിര് കടന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് നിർത്തി അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത് നല്ലതാണ്. അതേസമയം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നിയാൽ അതിൽ നാണക്കേടോ ലജ്ജയോ തോന്നേണ്ടതില്ല. ഈ വിഷയം അത്രയും പ്രാധാന്യമുള്ളതാണ്. അതിനാൽ ഒരു യോഗ്യനായ പ്രൊഫഷണലുമായി സംസാരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഈ ശീലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് അമിതമാവുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ലൈംഗിക താൽപ്പര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ എത്ര നന്നായി ഉറങ്ങുന്നു, എത്ര വ്യായാമം ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ ഹോർമോണുകൾ. ചിലപ്പോൾ ഹോർമോണുകൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതായി തോന്നാം. എപ്പോഴും ലൈംഗിക കാര്യങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഹോർമോണുകൾ നിങ്ങൾക്കൊരവസരം തരില്ല. പക്ഷേ ഹോർമോണുകളോട് യുദ്ധം ചെയ്യുക എന്നത് ഒരു പരിഹാരമല്ല. ഹോർമോണുകൾ രാസവസ്തുക്കളാണ്. അവയുടെ ബാലൻസ് നമ്മുടെ വികാരങ്ങളെയും സ്വഭാവങ്ങളെയും ഒരുപാട് സ്വാധീനിക്കും. ഹോർമോണുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് മരുന്ന് കഴിക്കുന്നതിലേക്ക് നയിക്കും. അത് കൗമാരപ്രായത്തിൽ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. എന്നാൽ ഹോർമോണുകൾ കാരണം നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യാൻ തോന്നുന്നത് മോശം കാര്യമല്ല. അത് തികച്ചും സ്വാഭാവികമാണ്. ആർക്കൈവ്സ് ഓഫ് സെക്ച്വൽ ബിഹേവിയറിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത്, ചെറുപ്പത്തിലെ സ്വയംഭോഗം ചെയ്യുന്നത് നിങ്ങളുടെ വളർച്ചയെയും ഒരു മുതിർന്ന വ്യക്തിയായി മാറുമ്പോഴുള്ള നിങ്ങളുടെ മാനസിക നിലയെയും ദോഷകരമായി ബാധിക്കില്ല എന്നാണ്. നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നത് കൂടുതലാണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാൻ സാധിക്കും. നിങ്ങൾ ദിവസവും പലതവണ അത് ചെയ്യുകയും നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കൂടുതലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തെ അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സ്വയംഭോഗം ചെയ്യാൻ സമയം കണ്ടെത്താൻ വേണ്ടി നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കൂടുതലാണ്. ഇത് നിങ്ങളുടെ അടിസ്ഥാന സന്തോഷത്തെ ബാധിക്കും. കോവിഡ് കാലത്ത് ആളുകളുടെ ശീലങ്ങളെക്കുറിച്ച് ഗവേഷകർ പഠിച്ചു. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു രസകരമായ കാര്യം, ലൈംഗികപരമായ ആഗ്രഹങ്ങൾ മാത്രമല്ല, മടുപ്പ്, ഉത്കണ്ഠ, വിഷാദം എന്നിവയിൽ നിന്നുള്ള ആശ്വാസത്തിനായും സ്ത്രീകളും പുരുഷന്മാരും സ്വയംഭോഗം ചെയ്തിരുന്നു എന്നതാണ്. എന്നാൽ ഇതിലെ പ്രശ്നം, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രവൃത്തിയിലോ വസ്തുവിലോ ആശ്വാസം തേടുന്നത് നിങ്ങൾക്ക് അതിനോട് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്വയംഭോഗം ചെയ്ത ശേഷവും നിങ്ങൾക്ക് മടുപ്പോ ഉത്കണ്ഠയോ ഉണ്ടെങ്കിൽ. കാലക്രമേണ സ്വയംഭോഗം ചെയ്യാൻ ഒരു സമയവും സ്ഥലവും നിരന്തരം അന്വേഷിക്കുന്നതിനാൽ നിങ്ങൾക്ക് ശ്രദ്ധ കുറയുകയും നിരാശ തോന്നാനും സാധ്യതയുണ്ട്. സന്തോഷം നേടാൻ നിങ്ങൾ സ്വയംഭോഗത്തെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ നിലവാരം മാറിയിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം ഒരു ശീലത്തെ ആശ്രയിക്കരുത്. ഒരു സിഗരറ്റോ മയക്കുമരുന്നോ ഇല്ലാതെ ദിവസം തുടങ്ങാൻ സാധിക്കാത്ത അഡിക്ഷനായി നമ്മളിത് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങളുടെ ദിവസം തുടങ്ങാൻ ചില ശീലങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നിരിക്കട്ടെ. പക്ഷേ ആ ശീലം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നിരാശയോ ശൂന്യതയോ തോന്നാൻ പാടില്ല. നിങ്ങളുടെ ലൈംഗിക ബന്ധങ്ങൾ മാറും. ഇത് നിങ്ങൾ കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു നല്ല വഴിയാണ്. നിങ്ങളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തേക്കാൾ സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങളുടെ ലൈംഗിക ബന്ധം അത്ര നല്ലതല്ല, അല്ലെങ്കിൽ സ്വയംഭോഗം കാരണം നിങ്ങൾക്ക് സംവേദന ശക്തി നഷ്ടപ്പെട്ടിരിക്കാം. പോൺ വീഡിയോകളുടെയും സ്വയംഭോഗത്തിൻ്റെയും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിന് മടിയുള്ളവരായി മാറിയേക്കാം. ഇത് നിങ്ങളുടെ ഭാവി ബന്ധങ്ങളിൽ നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പല ആളുകൾക്കും ഒരു ബന്ധത്തിലെ സന്തോഷത്തിൻ്റെ ഒരു പ്രധാന ഘടകം ലൈംഗികപരമായ സംതൃപ്തിയാണ്. നിങ്ങൾക്ക് പങ്കാളിയുമായി അടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും പങ്കാളിക്കും മാനസിക സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. ഉത്കണ്ഠയും സമ്മർദ്ദവും നിങ്ങളുടെ സ്വയംഭോഗം ശീലത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതൊരു അവസാനിക്കാക്കുന്ന ചക്രമായി മാറിയേക്കാം. ഈ സാഹചര്യം അമിതമായി സ്വയംഭോഗം ചെയ്യുന്നവർക്ക് മാത്രമേ ബാധകമാകൂ. നിങ്ങളുടെ ബന്ധം എങ്ങനെയാണെന്നതിനനുസരിച്ച് ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ സ്വയംഭോഗം ചെയ്യുന്നത് സാധാരണമാണ്. ആളുകൾക്ക് വ്യത്യസ്ത ലൈംഗിക താൽപ്പര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ തിരക്കുകൾ കാരണം ദമ്പതികൾക്ക് ആഴ്ചകളോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ സ്വയംഭോഗം കാരണം നിങ്ങൾ തുടർച്ചയായി ലൈംഗിക ബന്ധം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളത് കൂടുതൽ ചെയ്യുന്നുണ്ടാകാം. കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്നത് സഹായിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനോഭാവവും സ്വയംഭോഗം ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനവും തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് നല്ലൊരു അനുഭവം നൽകുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും പുരുഷന്മാർ, നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ എൻഡോർഫിനുകളും ഡോപ്പാമിനും പുറത്തുവിടാൻ സ്വയംഭോഗം ചെയ്തേക്കാം. പക്ഷേ ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് നമുക്കറിയാം. ഈ ആശ്വാസത്തിനായി നിങ്ങൾ എത്രത്തോളം സ്വയംഭോഗത്തെ ആശ്രയിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്കത് ചെയ്യണമെന്ന് തോന്നും. ചിലപ്പോൾ അത് നിങ്ങളെ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം.
പലർക്കും സ്വയംഭോഗം ചെയ്യുന്നതിൽ കുറ്റബോധം തോന്നാറുണ്ട്. അത് നിങ്ങളുടെ മതം, നിങ്ങൾ വളർന്നു വന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങൾ കാരണമാകാം. സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്ന ആളാണെങ്കിൽ, അതിൽ നിങ്ങൾക്ക് നിരന്തരം കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ, അത് കടുത്ത വിഷാദത്തിലേക്കും ആത്മവിശ്വാസം ഇല്ലായ്മയിലേക്കും നയിച്ചേക്കാം. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിഷാദം കുറയ്ക്കാൻ ചില ആളുകൾ സ്വയംഭോഗം ചെയ്യുന്നു. അതുകൊണ്ട് കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കില്ല. ഏതൊരു കമ്പൽസീവ് ഹാബിറ്റ് പോലെയും ഇതിൻ്റെയൊക്കെ സന്തോഷം കാലക്രമേണ കുറയും. നിങ്ങൾക്കും ഈ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷെ അതിന് മടി തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ അഡിക്ഷൻ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് മുൻപ് ഒരു മാറ്റത്തിന് തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ച് 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം നിങ്ങൾക്കൊരു മികച്ച ഓപ്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി തിരികെ പിടിക്കാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ഈ പ്രോഗ്രാമിൽ എങ്ങനെ ചേരാമെന്നും അതിലൂടെ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിയെടുക്കാമെന്നും അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പിൻ ചെയ്ത കമന്റിലോ നൽകിയിരിക്കുന്ന ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റമുണ്ടാക്കാനുള്ള അവസരമാണിത്. ഇപ്പോൾ തന്നെ ചേരൂ, നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കൂ. ഇന്നത്തേക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അടുത്ത തവണ കാണാം.